പിള്ളേരെ വാടാ. എന്താ വിളിച്ചേ? മറ്റേവനോടെ പോരും. സഞ്ജു എന്താ ചെന്നെ പ്രത്യേകം വിളിച്ചാലോ? ഞാൻ കേട്ടില്ല അച്ഛാ. കേൾക്കുന്ന എങ്ങനെയാ? ചെവി ഫോണും വെച്ചോണ്ടിരിപ്പില്ലയോ? ആരോട് സംസാരിക്കുന്നത്? അത് ഫ്രണ്ട്സ് കോളേജിൽ വിളിച്ചത് എന്തിനാന്ന് വെച്ചാ, മക്കളെ നിങ്ങൾക്ക് ഈ സഹോദര സ്നേഹം എന്താണെന്നറിയോ? ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളെ നമ്മളാക്കാൻ, നമ്മളെ തമ്മിൽ ചേർത്ത് നിർത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ബിന്ദു, സ്നേഹം. ഉള്ളിൽ നിന്ന് വരുന്ന ബിന്ദു, മനസ്സിലായോ? ഇനി ഈ സ്നേഹം എവിടാ ഉണ്ടാകുന്നറിയാവോ? ആ അച്ഛൻ പറഞ്ഞുതരാം. വിശാലമായ ഒരു മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണർ പോലെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ തെളിനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതെടുത്ത് കുടിക്കാം, കുളിക്കാം, എന്ത് വേണം ചെയ്യാം. അതിന് മനസ്സൊന്ന് പഞ്ചായത്ത് കാണറാ. ആറ്റിറ്റ്യൂഡ് ശരിയല്ല കേട്ടോ. കുത്തി കേട്ടി തരുന്നു. കേക്ക് പറയുന്നത് കേക്കടാ. ഇപ്പൊ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് വെച്ചു. അച്ഛൻ അമ്മയുടെ അടുത്ത് പോയി പൈസ ചോദിച്ചു, തരാമോ? അപ്പൊ അമ്മ എന്ത് ചെയ്യണം? അമ്മയുടെ കയ്യിൽ ഇല്ലെങ്കിലും വേറെ എവിടെ നിന്നെങ്കിലും മേടിച്ച് തരണം. അതാണ് സ്നേഹം. നിങ്ങൾ അമ്മ എന്താ ചെയ്താന്നറിയാവോ? അവളുടെ കയ്യിൽ പൈസ വെച്ചോണ്ട് അവളെനിക്ക് തന്നില്ല. ദുഷ്ട. ഒരു തരി സ്നേഹമില്ല അവക്ക്. സ്നേഹമില്ല അവക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, അവരെല്ലാരും പോയച്ചാ. എവിടെ പോയി? അവര് മാനി പോയി. പിന്നെ ആനേന്റെ പാട്ട് എന്നാ കേട്ടോ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? എല്ലാം കണക്കാ. മക്കളെ, അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. എണീക്കാതെ നോക്കണം. അഥവാ എണീച്ചാ ചിട്ടി കൊളായി പോവും. ചിട്ടി കഴിയുന്നതിന് മുന്നേ അച്ഛൻ എണീറ്റാലോ? നമുക്ക് അച്ഛന്റെ വായി ടേപ്പ് ഒട്ടിച്ച് കാലം കൂടെ കെട്ടിയിടാം. ഇരിക്കടാ. ഒക്കത്തരം നാട്ടിച്ചിട്ട് പല്ലിയാ നടപ്പാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോർ അങ്ങ് അടച്ചാലോ? എന്നിട്ട് വേണം വീട് തച്ച് പൊളിക്കാൻ. എന്ത് ചെയ്യാനോ? പിന്നെ ഒന്നും ചെയ്യണ്ട, പിടിച്ച് നിർത്തിയാ മതി. ബലപ്രയോഗം? എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കണം എന്നടാ. അപ്പുണ്ണി, പ്രശ്നമൊന്നും ആക്കല്ല മോനെ. ഞാൻ വായ പൂട്ടിയിരുന്നോളാ. എടി, നീ ഇവിടെ പിള്ളേരോട് വർത്താനം പറഞ്ഞോണ്ട് കഥ അങ്ങോട്ട് വാ. എന്റെ അമ്മ ഒന്ന് പതുക്കെ പറമ്മേ. നോക്കി നിൽക്കുന്നു, നീ വായ ഇങ്ങോട്ട്. മക്കളെ ശ്രദ്ധിക്കണേ. അമ്മേ, ചിട്ടിന്റെ പൈസ കിട്ടിയില്ലല്ലോ. പൈസ തരാടി. എന്നാടി എന്റെ ചിട്ടി പൈസ? എന്തോ ഒരു 50 രൂപ അങ്ങോട്ട് എടുക്കല്. അപ്പൊ ഇന്നാള് മേടിച്ചില്ല എന്റെ ഇന്ന് ഒരു 50 രൂപ. അത് തന്നില്ലല്ലോ, അത് ഞാനും കൊടുത്തു. പുഷ്പേ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ? സിസിലി ചേച്ചി, ഞാൻ എങ്ങനെയാ ഇവരോട് പറയാ? ചേച്ചി എന്നെ ചോദിക്കൂ. നീ തന്നെ പറഞ്ഞാ മതിയടി. അതെങ്ങനെ ശരിയാവും? ഇവർക്കും പല പല ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അത് കൊള്ളാലോ. ചേച്ചി എന്നെ പറഞ്ഞു നോക്കൂ. പിന്നില്ലേ, നമ്മളെ സിസിലി ചേച്ചിക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. ചേച്ചി പറ. അതെ, എൻ്റെ ഹസ്ബൻഡിന് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്, ഹാർട്ടിന്റെ. ഈ ഒരു ചിട്ടി കിട്ടിയാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അതെങ്ങനെ ശരിയാവണേ? എനിക്ക് വീടിന്റെ വാർത്തയ്ക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണം. അതിന് വാർത്ത നടന്നുകൊണ്ടിരിക്കും. എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾ എല്ലാവരും ഒരേ ആവശ്യങ്ങൾക്കായിട്ട് വന്നേക്കണത്. അത് ശരിയാവൂല, അങ്ങനെ ശരിയാവൂല, നടക്കൂല. അത് ഞാൻ എന്റെ മോളുടെ ഫീസ് പോലും അടച്ചിട്ടില്ല ചേച്ചി. എന്റെ വീട് മൊത്തം ചോർന്ന് വലിച്ച് ഞങ്ങൾ പുറത്ത് ഷെഡ് ചെട്ടിയെ കിടക്കണം. ഞങ്ങൾക്ക് അത് കിടന്നേ പറ്റൂ, ഞാൻ വാർത്തേ പറ്റൂ. എനിക്ക് പൈസ തരണം. ഈ മസ്റ്റ് ചിട്ടി എനിക്ക് വേണം.